നമസ്കാരം. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവസാനിക്കാതെ, ആ രാജ്യം തീരാതെ, ഏറ്റവും ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവെങ്കിലും തീരാതെ ഈ യുദ്ധം അവസാനിക്കില്ല എന്ന പ്രഖ്യാപനമാണ് ഇറാൻ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ ഇന്ന് ഈ സമയമാവുമ്പോഴേക്ക് ഇറാന്റെ ഭാഗത്ത് നിന്ന് അമേരിക്കക്കെതിരെയും അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരെയും ഇസ്രായേലിനെതിരെയും ഉണ്ടായിട്ടുള്ള തിരിച്ചടികൾ ചെറുതൊന്നുമല്ല. ഏറ്റവും അവസാനം 1 മണിക്കൂർ മുമ്പ് പുറത്തു വന്ന ഒരു വാർത്ത, മധ്യ ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് തന്നെയാണ്. ബഹ്റൈനിൽ ഇവിടെ ഒരു കപ്പൽ തകർത്തു, അതുപോലെ തന്നെ ഇവിടെ ഹോർമുസ് കടലിടുക്ക് അടച്ചു. തുടർച്ചയായി അമേരിക്കൻ താല്പര്യങ്ങളെ, സൗദിയിലെ അമേരിക്കൻ എംബസിക്കെതിരെ ആക്രമണം ഉണ്ടായി. അതായത് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടതിന്റെ നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഇസ്രായേലിനകത്ത് വലിയ നാശനഷ്ടം 1 മണിക്കൂർ മുമ്പ് ഇറാൻ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ചിത്രങ്ങളോ വീഡിയോകളോ നാശനഷ്ടങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളോ പുറത്തു വന്നിട്ടില്ല. കൃത്യമായ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇവിടെ റഷ്യയുടെ വിദേശകാര്യമന്ത്രി നടത്തിയ ഒരു പ്രതികരണമുണ്ട്. അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന ഒരു പ്രതികരണം തന്നെയാണ്. അതായത് 3ാം ലോക മഹായുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വലിയ തെറ്റ് ചെയ്തു എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് എനിക്ക് കാണാനായത്. എന്തായാലും ആ പ്രതികരണം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ട്രംപ് വലിയ തെറ്റ് ചെയ്തു, 3ാം ലോക മഹായുദ്ധം ഉണ്ടായേക്കാം, അമേരിക്കയുടെ പിഴവ്, ഇറാനെ ആക്രമിച്ചതിലൂടെ ട്രംപ് വലിയ തെറ്റാണ് ചെയ്തത്. ഇറാന്റെ പരമോന്നത നേതാവിനെ വധിച്ചതോടെ അമേരിക്കൻ ഇസ്രായേലി സേനകളുടെ സുരക്ഷ വലിയ ഭീഷണിയിലായി. ഇറാൻ ഇതുവരെ കടുത്ത ഭാഷയിൽ പ്രതികരിക്കാത്തത് അവർക്ക് വഴികളില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് എങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് ആ പുരാതന സംസ്കാരത്തിന് അറിയാവുന്നത് കൊണ്ടാണ്. 30 കോടിയോളം വരുന്ന ഷിയ വിശ്വാസികളുടെ ആത്മീയ പിതാവിനെ രക്തസാക്ഷിയാക്കിയതിലൂടെ എല്ലാ അമേരിക്കക്കാരെയും ട്രംപ് അപകടത്തിലാക്കി. ഇറാൻ ഇനി തങ്ങളുടെ ആണവായുധ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇരട്ടിയായി വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ല. സാങ്കേതികമായി 3ാം ലോക മഹായുദ്ധം ആരംഭിച്ചിട്ടില്ല. എന്നാൽ ട്രംപ് തന്റെ ഈ ഭ്രാന്തമായ നയം തുടർന്നാൽ ഏതു നിമിഷവും അതിന് തുടക്കമിടുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. ഇത് ലോകത്തിനു മേലുള്ള അമേരിക്കയുടെ ആധിപത്യം നിലനിർത്താനുള്ള യുദ്ധമാണ്. അതായത് വളരെ കൃത്യമാണ്. ഇറാന്റെ സംസ്കാരം ഇവിടെ റഷ്യ എടുത്തു പറയുന്നുണ്ട്. ആ പുരാതനമായ സംസ്കാരത്തിന് എങ്ങനെ ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്ന് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് മാത്രമാണ് അവർ എടുത്തുചാടി ഒന്നും ചെയ്യാതിരുന്നത്. എന്തായാലും കാര്യങ്ങൾ ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ പോവുകയാണ്. ട്രംപ് അമേരിക്കക്കാരെ മൊത്തത്തിൽ അപകടത്തിലാക്കി, ഇസ്രായേൽ ആ രാജ്യത്തെ പൗരന്മാരെ മൊത്തത്തിൽ അപകടത്തിലാക്കി. അവരുടെയൊക്കെ ഭാവി വല്ലാത്തൊരു പ്രശ്നത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഈ 2 ആളുകൾ കൂടി അവർ എടുത്തുചാടി നടത്തിയ ഒരു നീക്കമാണിത്. 30 കോടി ഷിയ വിശ്വാസികളുടെ നേതാവ്, അവരുടെ ഇമാമിനെയാണ് ഇവിടെ വകവരുത്തിയത് എന്നൊരു പരാമർശമുണ്ട്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ചെറിയ വിയോജിപ്പുണ്ട്. ഷിയ വിശ്വാസികളുടെ മാത്രം നേതാവല്ല ആയത്തുള്ള ഖമേനി എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം ലോകത്തിന്റെ സാമ്രാജ്യത്വ വിരുദ്ധ ശക്തിയുടെ ഏറ്റവും വലിയൊരു നേതാവാണ്. ലോകം അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസമ്മതിയുള്ള ഒരു നേതാവാണ്. ആ നേതാവിനെയാണ് വകവരുത്തിയത്. എന്തായാലും ഇവിടെ നിരവധി ആളുകൾ ആയത്തുള്ള അലി ഖംനായിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയൊക്കെ രംഗത്തുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്കൊന്നും വലിയ വിഷമമില്ല. എന്തായാലും മിനിമം ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി തീരാതെ ഈ യുദ്ധം തീരില്ല എന്നുള്ളത് തന്നെയാണ് ഇറാന്റെ നിലപാട്. അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെയും ശക്തമായ തിരിച്ചടികൾ ഇറാന്റെ ഭാഗത്തു നിന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അവസാനം പുറത്തു വന്ന വാർത്ത. വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശം ഇന്നലെ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായി. സൗദിയുടെ ഒരു തീരുമാനപ്രകാരം സമ്മതത്തോടു കൂടിയാണ് ഇറാനെ ആക്രമിച്ചത് എന്നുള്ളതാണ്. സൗദി അത് നിഷേധിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമേ പലപ്പോഴും ഇവിടെ വാർത്തകൾ ചെയ്യുന്ന സമയത്തൊക്കെ പറയാറുണ്ട്, ചില വാർത്തകളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ പറയാറുണ്ടെങ്കിലും വ്യക്തിപരമായി സൗദിയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നത് തന്നെയാണ് എന്റെ ഉറപ്പ്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. പലപ്പോഴും ജൂത അതുപോലെ തന്നെ അമേരിക്കൻ സാമ്രാജ്യത്വ താല്പര്യങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരു ഭരണ സംവിധാനം തന്നെയാണ് സൗദി അറേബ്യയിലുള്ളത്. പരിശുദ്ധ ഹറം പരിധിയിൽ പോലും ബാറുകളും അതുപോലെ തന്നെ ഇവിടെ വേശ്യാവൃത്തിക്ക്
അനുകൂലമായ സാഹചര്യങ്ങളും സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടമാണ് സൗദി അറേബ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി, ഇസ്രായേലിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് സൗദി അറേബ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ അറബ് രാജ്യങ്ങൾ അമേരിക്കക്ക് വേണ്ടി ഒരു നാടകം കളിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. എന്തായാലും ഇവിടെ സാഹചര്യം വളരെ മോശമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പ്രിയപ്പെട്ട പ്രവാസികൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കാര്യങ്ങളെ കാണണം, ജാഗ്രതയോടുകൂടി ഈ ഒരു സാഹചര്യത്തെ നോക്കിക്കാണണം എന്ന് തന്നെയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.